ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയം പറയുന്ന തെലുങ്ക് ചിത്രമായ വ്യൂഹം പോരാട്ടങ്ങൾക്കിടയിലാണ്. ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ സംവിധായകന്റെ തലയ്ക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചുള്ള പ്രസ്താവനയാണ് വിവാദത്തിലായിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ ജീവിതകഥ പറയുന്ന ചിത്രമാണ് വ്യൂഹം. ആന്ധ്രയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷി TDPക്കെതിരെ നിരന്തരം വിമർശനമുയർത്തുന്ന വ്യക്തികളിലൊരാളായ രാംഗോപാൽ വർമ്മയാണ് ചിത്രമൊരുക്കിയിരിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള ജഗൻമോഹന്റെ പ്രചരണമാണ് ചിത്രം പറയുന്നത് എന്ന ആരോപണങ്ങൾ ആദ്യമേ ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായി തെലുങ്ക് ദേശം പാർട്ടി നേതാവ് കോളിക്കപ്പടി ശ്രീനിവാസ റാവുവുമായി TV5 നടത്തിയ തത്സമയ ടെലിവിഷൻ ചർച്ചയിലായിരുന്നു വിവാദ പരാമർശം. സംവിധായകന്റെ തല വെട്ടുന്നവർക്ക് 1 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുന്നതായിരുന്നു ശ്രീനിവാസ റാവുവിന്റെ പ്രസ്താവന. രാംഗോപാൽ വർമ്മയുടെ തല ആരെങ്കിലും കൊണ്ടുവന്നാൽ ഞാൻ അദ്ദേഹത്തിന് 1 കോടി രൂപ നൽകുമെന്നാണ് ശ്രീനിവാസ റാവു പറഞ്ഞത്. ഒരു ന്യൂനപക്ഷ സമുദായത്തെക്കുറിച്ച് ഇതുപോലുള്ള സിനിമകൾ ചെയ്യാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. അയാളെ വീട്ടിൽ വെച്ച് ചുട്ടുകൊല്ലും. ചിരഞ്ജീവിയുടെയും പവൻ കല്യാണിന്റെയും ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ എപ്പോഴും ചീത്ത പറയുന്നതിനാൽ രാംഗോപാൽ വർമ്മയെ സ്വതന്ത്രനായി വിഹരിക്കാൻ അനുവദിക്കരുത്. ഞാനും ചിരഞ്ജീവിയുടെ ആരാധകനാണ്. ഞാൻ പ്രതിഷേധിക്കുന്നു. അവതാരകന്റെ വിലക്കിനെയും മറികടന്ന് വാചകങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. ചാനൽ ചർച്ചയുടെ വീഡിയോ രാംഗോപാൽ വർമ്മ തന്നെ തന്റെ X അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ DGP ഓഫീസിൽ അദ്ദേഹം നേരിട്ടെത്തി പരാതി നൽകുന്ന ചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട്. അതിനൊപ്പം സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് TDP ജനറൽ സെക്രട്ടറി നാരാ ലോകേഷ് രംഗത്തെത്തിയിരുന്നു. തെലങ്കാന ഹൈക്കോടതിയിലാണ് TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ കൂടിയായ നാരാ ലോകേഷ് ഹർജി നൽകിയത്. TDP അധ്യക്ഷൻ N ചന്ദ്രബാബു നായിഡുവിനെയും തെലുങ്ക് ദേശത്തെയും അപകീർത്തിപ്പെടുത്താനാണ് ചിത്രം നിർമ്മിച്ചതെന്നാണ് ലോകേഷിന്റെ പക്ഷം. കോടതി തിയേറ്റർ റിലീസ് തടഞ്ഞാൽ OTT പ്ലാറ്റ്ഫോമിൽ സിനിമ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അത്തരമൊരു സാധ്യത തടയാൻ സിവിൽ കോടതിയെ സമീപിക്കാനും തയ്യാറായി നിൽക്കുകയാണ് ലോകേഷ്. പാർട്ടിയെ തളർത്തുന്ന ഒരു ചിത്രം ഒരാൾ പോലും കാണാൻ പാടില്ലെന്ന പൊരുതലിലാണ് TDP നേതാക്കൾ. ചിത്രത്തിൽ മലയാള നടൻ അജ്മൽ അമീറാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വേഷം ചെയ്യുന്നത്. കോ അടക്കം ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ വേഷം ചെയ്ത അജ്മലിന്റെ കരിയറിലെ തന്നെ മികച്ച വേഷമായിരിക്കും ഇതെന്നാണ് വിലയിരുത്തൽ. മലയാളി താരം മാനസ രാധാകൃഷ്ണനാണ് ചിത്രത്തിൽ ജഗന്റെ ഭാര്യയുടെ വേഷം കൈകാര്യം ചെയ്യുന്നത്. വാദങ്ങളും പ്രതിവാദങ്ങളും വധഭീഷണിയുമെല്ലാം മുന്നിട്ട് നിൽക്കുന്നതിനാൽ വ്യൂഹം എന്ന ചിത്രത്തിന്റെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്നറിയാം.